friends, welcome to I Choose New World. ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനും ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള മലബാർ കായ്പോളയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കായ്പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ 2 വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുറിച്ചിട്ട് നമുക്ക് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഞാൻ ഇതുപോലെ 4ആയിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് കനം കുറച്ചിട്ട് അരിയണ്ട, ചെറിയ കട്ടിയിൽ നമുക്ക് ഇത് മുറിച്ചെടുക്കാം. നല്ല പഴുത്ത പഴം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായ നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സിൻ്റെ നിറം മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഈ ബാക്കിയുള്ള നെയ്യിൽ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പഴം ഇട്ടിട്ട് വാട്ടിയെടുക്കാം. ഇപ്പം ഞാൻ പഴം നെയ്യിൽ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു 5 മുട്ട പൊട്ടിച്ചിടാം. ഇത് നന്നായി ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മധുരം വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഇട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി. ഇപ്പം ഞാൻ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാട്ടി വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും റൈസിൻസിൽ നിന്നും പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കായ്പോള തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടായ നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കായ്പോള തയ്യാറാക്കുന്ന സോസ് പാൻ്റെ അടിയിൽ ഞാനൊരു പഴയ ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമുക്കിത് സ്പൂൺ വെച്ചിട്ടൊന്ന് ഒപ്പാക്കി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു 35 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് മൂടി തുറക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കിയുള്ള കാഷ്യൂ നട്ട്സും റൈസിൻസും ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇത് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇതിട്ട് കൊടുക്കണമെങ്കിൽ ഇതെല്ലാം താഴോട്ട് താന്നു പോകും. അപ്പോൾ അത് കാരണമാണ് നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ബേക്കായി തുടങ്ങുന്ന സമയത്ത് മൂടി തുറന്നിട്ട് ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ താഴോട്ട് താന്നു പോകാതെ മുകളിൽ തന്നെ എടുക്കും. ഇനി നമുക്ക് വീണ്ടും ബേക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി തുറന്ന് നോക്കാം. എന്നിട്ട് വെന്തോന്ന് ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ വെച്ചിട്ട് കുത്തി നോക്കാം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടി ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാനിൽ കുറച്ച് നെയ്യ് പുരട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി സിമ്മിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള മലബാർ കായ്പോള റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.